മഹത്വപ്പെടുത്തുവാനുമായി വീണ്ടും ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ നടുവിലായിരിക്കാൻ കർത്താവ് കുടുംബമായി ഞങ്ങൾക്ക് അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയും നിങ്ങളെ ഓർത്തും നിരന്തരമായി പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം നൽകുന്നു. വിശേഷാൽ പ്രിയ ആൻറ്റി സൗഖ്യമില്ല എന്നറിയുവാനും പ്രാർത്ഥിപ്പാനും കർത്താവ് കൃപ നൽകി വീണ്ടും ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഈ പകലിൽ ദൈവം അവസരം നൽകിയല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവ വചനചിന്തകൾക്കായിട്ട് നമുക്ക് വീണ്ടും ശ്രദ്ധയെ തിരിക്കാം. സങ്കീർത്തനത്തിൽ കൂടെ കർത്താവിൻ്റെ ദാസനിൽ കൂടി ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ആലോചന നൽകിയല്ലോ. വീണ്ടും നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. 68-ാം സങ്കീർത്തനം, Psalm 68, അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വേഴ്സസ് ഫ്രം 11 to 14. മതി. പ്രധാനമായും ഈ 14-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. വാക്യം ഇങ്ങനെയാണ്: അവൻ സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ ഹിമം പെയ്യുകയായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 4-ാം അധ്യായം, ഈ 2 അധ്യായങ്ങളാണ് ഈ വായിച്ച വാക്യങ്ങളുടെ പശ്ചാത്തലം. ദൈവത്തിൻ്റെ ഒരു വലിയ ജയം ദൈവം തൻ്റെ ജനത്തിന് നൽകി കൊടുക്കുന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ന്യായാധിപന്മാരുടെ പുസ്തകം മുഴുവനും നാം പഠിക്കുമ്പോൾ ആ ഒരു പുസ്തകം മുഴുവൻ ദൈവം തൻ്റെ ജനത്തിന് നൽകിക്കൊടുക്കുന്ന അസാധാരണമായ ജയത്തെക്കുറിച്ചാണ് നമുക്ക് പഠിപ്പാൻ കഴിയുന്നത്. സാധാരണമായ വിധത്തിലല്ല, അസാധാരണമായ നിലയിൽ ദൈവം തൻ്റെ ജനത്തിന് ജയം നൽകുന്നുണ്ട്. എന്നാൽ ഈ ദൈവം കൊടുത്ത ജയം നാം പഠിക്കുമ്പോൾ നിസ്സാരമായ വസ്തുക്കളെ കൊണ്ടാണ് ദൈവയുടെ അത്ഭുതം പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യാതൊരു വിലയുമില്ലാത്ത, ഇതുകൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും സംഭവിക്കത്തില്ല എന്ന് തോന്നുന്ന വസ്തുക്കളെ കൊണ്ടാണ് ഈ പുസ്തകത്തിൽ ദൈവം തൻ്റെ ജനത്തിന് വിജയം കൊടുത്ത കാര്യങ്ങൾ പറയുന്നത്. എണ്ണിപ്പടിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 7 കാര്യങ്ങൾ നമുക്കവിടെ ധ്യാനിപ്പാൻ കഴിയുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ലെങ്കിലും ആ 7 വസ്തുക്കളെക്കുറിച്ച് ഓരോ വാക്കിൽ പറഞ്ഞ് ഞാൻ ഈ വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഒന്നാമത് നമുക്ക് വായിപ്പാൻ കഴിയുന്നത് ഒരു മുടിങ്കോൽ ഒരു മനുഷ്യൻ്റെ കയ്യിൽ കിട്ടി. അതുകൊണ്ട് ദൈവം തൻ്റെ ജനത്തിന് ഒരു വലിയ ജയം നൽകി. 2, നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം 4-5 അധ്യായങ്ങളിൽ ഒരു സ്ത്രീയുടെ കയ്യിൽ കിട്ടിയ ഒരു കൂടാരത്തിൻ്റെ കുറ്റി കൊണ്ട് ഒരു വലിയ ബലവാനായ ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നതും കഴിഞ്ഞ 20 വർഷമായിട്ട് പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ശത്രുവിൻ്റെ മേൽ ഒരു വലിയ ജയം അവർ നേടുകയും ചെയ്യുന്നത് 2-ാം ഭാഗം. 3-ാമത് ദൈവം തന്റെ ജനത്തിന് ജയം കൊടുക്കുവാൻ ഉപയോഗിക്കുന്നത് ഒരു കാഹളമായിരുന്നു. 4-ാമതായിട്ട് ഒരു മൺകുടം ഉപയോഗിച്ച് തൻ്റെ ജനത്തിന് ദൈവം ജയം കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് അവരുടെ വിളകൾ മുഴുവൻ ശത്രു നശിപ്പിക്കുമ്പോൾ, കൊയ്യുവാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ ഒരു പന്തം ഉപയോഗിച്ച് ജനത്തിനുള്ള വിടുതൽ അല്ലെങ്കിൽ ശത്രുവിനെ നേരിടുന്നത് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ഒരു തിരികല്ല് ദൈവജനത്തിൻ്റെ ജയത്തിന് ആയുധമായിട്ട് മാറി. 7-ാമതായിട്ട് ഒരു കഴുതയുടെ പച്ചത്താടിയെല്ലുകൊണ്ട്
കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് ശത്രുവിനെ സംഹരിക്കുന്ന ഒരു കാഴ്ച അഥവാ ദൈവജനത്തിന്റെ ജയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആയുധങ്ങൾ വാളും വടിയും കുന്തവും ഒന്നുമല്ല. ഏറ്റവും വില കുറഞ്ഞതെന്ന് തോന്നുന്ന ചില വസ്തുക്കളെ ദൈവം നമ്മുടെ കയ്യിൽ തന്ന് അതാതു സമയങ്ങളിൽ നമ്മുടെ യുദ്ധങ്ങളെ ജയിപ്പിക്കുന്ന, നമ്മുടെ പോരുകളെ ജയിപ്പിക്കുന്ന, പോരാട്ടങ്ങളെ ജയിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ കയ്യിൽ ആയുധമില്ലെന്നോർത്ത് നാം ഭാരപ്പെടേണ്ട. നമ്മുടെ കയ്യിൽ യുദ്ധത്തിനുള്ള യാതൊരു സാമഗ്രികളും ഇല്ല എന്നോർത്തും നാം നിരാശപ്പെടേണ്ട. അവൻ പോരിന് എൻ്റെ കൈകളെയും യുദ്ധത്തിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ദൈവമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നെങ്കിൽ ഇന്ന് രാവിലെ പറയാ, ജയത്തിന് കുതിര വ്യർത്ഥമാണ്, അതിന്റെ ബലം കൊണ്ട് അത് വിടുവിക്കപ്പെടുന്നില്ല. പക്ഷേ ജയം നമ്മുടെ കരങ്ങളിലുണ്ട്, ജയം നമ്മുടെ വിരലുകളിലുണ്ട്, ജയം നമ്മുടെ വാക്കിലുണ്ട്, ജയം നമ്മുടെ നാവിലുണ്ടെന്ന് ഇന്ന് രാവിലെ തിരിച്ചറിയുവാനായിട്ടിടയായി തീരണം. അതുകൊണ്ട് പരാജയത്തിന്റെ ഭീതിയോ പരാജയത്തിന്റെ ചിന്തകളോ നമ്മളെ ബാധിപ്പാനായിട്ട് ഇടയാകരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇവിടെ പറയാണ്, രാജാക്കന്മാരെ എന്ത് ചെയ്തു? ചിതറിച്ചു. രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരാണ് വാഴുന്നവർ. ഒരു രാജ്യത്തെ, ഒരു ദേശത്തെ വാഴുന്ന ഏറ്റവും അധികാരിയായവനാണ് അവരെ ആ രാജാവെന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവിടെ ഏകവചനം അല്ല, ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാഴുന്നത് ഒന്നല്ല. ഇസ്രായേൽ ജനത്തെ ഇപ്പോൾ വാഴുന്നത് ഒരു ശക്തിയല്ല, പല ശക്തികൾ ഇവരെ എന്ത് ചെയ്യുകയാ? വാഴുകയാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരൊറ്റ ദൈവപ്രവർത്തി കൊണ്ട് അവരുടെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നതും അവരുടെ മേൽ വാണിരുന്നതുമായ സകലത്തെയും ദൈവം ചിതറിച്ചെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഈ വചനം പറയുമ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാ. നമ്മുടെ മേൽ ഇതുപോലെ രാജാക്കന്മാരൊന്നും വാഴ്ച നടത്തുന്നില്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിന് നേരെ, നമ്മുടെ കുടുംബങ്ങൾക്ക് നേരെ, നമ്മുടെ ദൈവസഭയ്ക്കു നേരെ, നമ്മുടെ ആരോഗ്യത്തിനെതിരെ, നമ്മുടെ ഭാവിക്കെതിരെ, നമ്മുടെ ഉയർച്ചയ്ക്കെതിരെ, നമ്മുടെ സന്തോഷത്തിനെതിരെ, നമ്മുടെ സമ്പത്തിനെതിരെ വാഴുന്ന ചില അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെ ഇന്ന് പകൽ ദൈവം ചിതറിക്കുന്ന ഒരു പകലാണെന്ന് വിശ്വസിക്കണം. അത് വടി കൊണ്ടല്ല, വാളുകൊണ്ടല്ല, അതൊരു അക്ഷരീകമായ യുദ്ധം കൊണ്ടല്ല, ദൈവത്തിന്റെ ഒരു വാക്കുകൊണ്ട് ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് പകൽ നമുക്ക് വിശ്വസിപ്പാൻ ഇടയായി തീരണം. Praise the Lord. അപ്പോ ഇവിടെ ഈ ശക്തികളെ മുഴുവൻ ചിതറിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് സൽമോനിൽ പെയ്ത കുറച്ച് മഞ്ഞ. ദൈവത്തിന് സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം പഠിക്കുമ്പോൾ വായിക്കേണ്ട ഈ സൽമോൻ മലനിരകളെ കുറിച്ച് വായിപ്പാൻ കഴിയുന്നുണ്ട്. നമ്മൾ ബൈബിളിന്റെ ഒക്കെ അവസാന ഭാഗത്ത് ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. കർമ്മേൽ പർവ്വതം വളരെ പ്രസിദ്ധമായ പർവ്വതമാണ്. കർമ്മേൽ പർവ്വതം, കർമ്മേൽ പർവ്വതത്തിന്റെ താഴ്വരകളിലുള്ള മലനിരകളാണ് സൽമോൻ മലകൾ അഥവാ സൽമോൻ പർവ്വത നിരകൾ. ഇതിന്റെ ഏറ്റവും താഴത്തെ താഴ്വരയിലുള്ള തടാകം, നദിയാണ് കീശോൻ തോട്. ദൈവത്തിന് സ്തോത്രം. ഒന്നാം ഭാഗം കർമ്മേൽ പർവ്വതം, ഇതിന്റെ രണ്ടാം ഭാഗം സൽമോൻ മലകൾ. ഇതിന്റെ ഏറ്റവും താഴെ കൂടെ ഒഴുകുന്ന അഥവാ കർമ്മേലിൽ പെയ്യുന്ന മഞ്ഞുരുകി ഉത്ഭവിച്ച നദിയാണ് കീശോൻ തോട്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറയാം, സാധാരണയായിട്ട് സൽമോനിൽ മഞ്ഞ് പെയ്യാറില്ല, ഹിമം പെയ്യാറില്ല. കാരണം ഇത് ഒരു താഴ്ന്ന സ്ഥലമാണ്. സാധാരണ പെയ്യുന്നത് കർമ്മേലിന്റെ മുകളിലാണ് മഞ്ഞ് പെയ്യാറുള്ളത്. സ്തോത്രം. ഞാൻ ഇവിടെ ഒന്നും കൂടി ഒരു ദൂത് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നുമല്ല ദൈവം ചിലത് ചെയ്യുന്നത്. നമ്മൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ ദൈവം ചിലത് നമുക്ക് വേണ്ടി ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്തെങ്കിലും സംഭവിക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ആ വഴിയിലൂടെ എന്തെങ്കിലുമൊക്കെ വിജയം ലഭിക്കും, അതിലൂടെ എന്തെങ്കിലുമൊക്കെ വിടുതൽ നടക്കുമെന്ന് പ്രതീക്ഷിച്ച് നാം നോക്കിയിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറയാം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരിടത്തുമല്ല ദൈവത്തിന്റെ ജയം വരുന്നത്, ദൈവത്തിന്റെ വിടുതൽ വരുന്നത്. നാം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ദൈവത്തിന്റെ
ദൈവത്തിന് ചിലത് ചെയ്യുവാനായിട്ടിടയായിത്തീരും. ദൈവത്തിന് സ്തോത്ര. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം മറ്റൊരിടത്തൊന്നുമല്ല വരുന്നത്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നാ വരുന്നത്. ഇന്ന് രാവിലെ പലയിടത്തും നോക്കി നിരാശപ്പെട്ടെങ്കിൽ, പ്രതീക്ഷിച്ചിടത്തുനിന്ന് ഒന്നും ലഭിച്ചില്ലെങ്കിൽ, ഒരു വഴികളിലൂടെ ഒരു ആശ്വാസം ലഭിച്ചില്ലെങ്കിൽ, ഇന്ന് പകൽ ദൈവസന്നിധിയിൽ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്ത്. നമ്മുടെ കണ്ണുകൾ ഉയർത്താൻ കഴിയുന്ന ഒരു പർവ്വതം നമുക്കുണ്ട്. അവിടെ നമ്മുടെ കർത്താവ് നമുക്കായിട്ടുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പം നമ്മൾ ചിന്തിക്കുന്നിടത്തൊന്നുമല്ല ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കുന്നത്. നാം പ്രതീക്ഷിക്കാത്ത ഇടത്തൂടെ ദൈവത്തിന്റെ പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ടിടയായിത്തീരും. അപ്പം ഇവർക്കാർക്കും ഒരു പ്രതീക്ഷയില്ല സൽമോനിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത ഇടത്ത് ദൈവത്തിന്റെ മഞ്ഞ് സൽമോനിൽ പെയ്യുകയാണ്. എപ്പോഴാ ഇത് പെയ്യുന്നത്? 11-ാമത്തെ വാക്യം എങ്ങനെയാ ഇത് പെയ്യുന്നത്? 11-ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ ഒരു വാക്കോടുകൂടെയാ തുടങ്ങുന്നത്. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു. കർത്താവ് ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, സൽമോനിൽ ഹിമം പെയ്യട്ടെ. അത്രേ ഉള്ളൂ. ഇന്ന് രാവിലെ ഞാൻ പറയാം, കഴിഞ്ഞ 20 വർഷമായിട്ട് ദൈവജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശക്തനായ ഒരു പ്രതിയോഗിയാണ് സീസര്. ഈ ദൈവജനത്തെ ദൈവം കനാന്യ രാജാവായി യാബീന്റെ കയ്യിൽ ഏൽപ്പിച്ചെന്നാ വായിക്കുന്നത്. ദൈവത്തിന്റെ ജനം ദൈവത്തെ മറന്നുപോയപ്പോൾ ഈ ദൈവജനത്തെ ദൈവം എന്ത് ചെയ്തു? യാബീന്റെ കയ്യിൽ ഏൽപ്പിച്ചു. യാബീൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, യാബീൻ അവന്റെ സേനാനായകനായ സീസരെ ഈ ജനത്തെ പീഡിപ്പിക്കാൻ അങ്ങ് ഏൽപ്പിച്ചു. ഞാൻ വായിക്കുന്നു, അവന്റെ കയ്യിൽ 900 ഇരുമ്പ് രഥങ്ങളുണ്ട്. സാധാരണ രഥമൊന്നുമല്ല, ഇരുമ്പ് രഥങ്ങൾ. അപ്പം ഇവൻ ഈ ശക്തിയേറിയ ഇരുമ്പ് രഥങ്ങളെ വലിക്കാൻ ഉപയോഗിച്ചിരുന്നത് കുതിരകളെ മാത്രമായിരുന്നില്ല. ഈ ഇസ്രയേലിലെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരെയാണ് ഇവന്റെ